അഭിഭാഷകനും നിരീക്ഷകനുമായ ശ്രീ രാഹുൽ ഈശ്വർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ തസ്ലീമയുടെ ബാങ്ക് അക്കൗണ്ടുമായി നടത്തിയ പരിശോധന, അവരുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ നടത്തിയ പരിശോധന, ഇതിലൊക്കെയാണ് ശ്രീനാഥ് ഭാസിയിലേക്കും ഷൈൻ ടോം ചാക്കോയിലേക്കും ലീഡ് ചെയ്യുന്ന തെളിവുകൾ എക്സൈസിനും പോലീസിനും ലഭ്യമായിട്ടുള്ളത്. നിലവിലുള്ള നിയമ നടപടികളെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഈ കേസിന്റെ സ്വഭാവം, അതായത് ലഹരി ശൃംഖലയുമായി നടന്മാർ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് തസ്ലീമയിൽ നിന്ന് എക്സൈസിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എന്നുള്ളത്. സ്റ്റെപ്സ് ഇതിന് വളരെ സ്ട്രോങ് ആണ്. ഒന്ന്, ശക്തമായ നിയമ നടപടികൾ. അതോടൊപ്പം രണ്ട്, അതിനുശേഷം ഇവരുടെ റീഹാബിലിറ്റേഷൻ, ഇവരുടെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം. നമുക്ക് സഞ്ജയ് ദത്ത് ഈ തെറ്റിന്റെ പാതയിൽ പോയത് അറിയില്ലേ? സഞ്ജയ് ദത്ത് തിരിച്ചു വന്നില്ലേ? ഓർക്കുക, സഞ്ജയ് ദത്ത് സുനിൽ ദത്തിന്റെയും നർഗീസിന്റെയും മകനാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫാമിലിയിൽ പറഞ്ഞ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പോലും ഇതിലേക്ക് പെട്ടുപോകുന്നതാണ്. അല്ലെങ്കിൽ രൺബീർ കപൂറിന് നിക്കോട്ടിൻ അഡിക്ഷൻ ഉണ്ടായിരുന്നു. ഫർദീൻ ഖാനെയാണ് ഇന്ത്യയിൽ ആദ്യമായി കൊക്കൈൻ കേസിൽ പിടിക്കപ്പെട്ട നോർത്തിലെ ഒരു സിനിമാ നടന്മാരിലും. അതുകൊണ്ട് ഷൈൻ ടോം ചാക്കോ ആണെങ്കിലും ശ്രീനാഥ് ഭാസി ആണെങ്കിലും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. മലയാളത്തിന്റെ പ്രൈഡാണ്. ഷൈന് തമിഴിലടക്കമുള്ള കാര്യങ്ങളിൽ കഴിവ് തെളിയിച്ച ആളാണ്. ശ്രീനാഥ് ഭാസി ഒരു ഫൈൻ ആക്ടറാണ്. അപ്പൊ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ കൂടി ഒരു സ്റ്റെപ്പ് വേണം. നമ്മൾ മീഡിയ പലപ്പോഴും അല്ലെങ്കിൽ പൊതുസമൂഹം പറയുമ്പോൾ ഇവർക്ക് ശിക്ഷ വേണം, സംശയമൊന്നുമില്ല, തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്. പക്ഷേ ശിക്ഷയ്ക്ക് ശേഷം രക്ഷ എന്നൊരു വകുപ്പ് കൂടെയുണ്ട്. നമ്മുടെ NDPS ആക്ടിലടക്കം 64A ആണെന്നാണ് എന്റെ ഓർമ്മ. അതിലടക്കം ഈ റിഡംഷന്റെ ക്ലോസ് കൊടുത്തിട്ടുണ്ട്. അത്ര എലാബറേറ്റ് അല്ലെന്നേ ഉള്ളൂ. മറ്റ് പല വിദേശ രാജ്യങ്ങളുടെ അനുഭവം നമ്മൾ എടുത്തു നോക്കിയാൽ, പോർച്ചുഗൽ ആണെങ്കിലും കാനഡ ആണെങ്കിലും US ആണെങ്കിലും, കാനഡയിലൊക്കെ ഒരു ഗുഡ് സമരിറ്റൻ ക്ലോസ് ഉണ്ട്, നല്ല ശമരിയാക്കാരൻ എന്ന് പറയുന്ന ക്ലോസ്. പോർച്ചുഗലിൽ അതിനെ വിളിക്കുന്നത് ഡിസ്വേഷൻ കമ്മീഷൻ എന്നാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവര് വില്ലന്മാരല്ല, വിക്ടിംസ് ആണ്. ഒന്ന് ഓർക്കുക, ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും വില്ലന്മാരല്ല, വിക്ടിംസ് ആണ്. അവർ ഡ്രഗ്സിന്റെ ഇരകളാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഇരകളാണെങ്കിൽ പോലും അവർക്ക് ഏതെങ്കിലും രീതിയിൽ റിലാക്സേഷൻ കൊടുക്കണമെന്നല്ല. അവർ നിയമ നടപടികൾ നേരിടണം, എന്താണ് നിയമം അനുശാസിക്കുന്നതെന്ന് നേരിടണം. അതിനുശേഷം ഇവർ ഈ റീഹാബിലിറ്റേഷന് പോകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ഒരു കേസിന്റെ അടുത്ത് വന്നാൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ട് ആനന്ദിക്കൂ. നമ്മൾ എങ്ങനെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ ശ്രമിക്കൂ. പക്ഷേ പൊതുസമൂഹത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഷൈൻ ടോം ചാക്കോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അടക്കം ഇടുന്നത് ഒരുപക്ഷെ ഈ ഹൈയിലിരുന്ന് ചെയ്യുന്നതായിരിക്കും. ഈ ഹൈ എന്ന് പറയുന്ന ഉത്തേജിക്കപ്പെട്ട അവസ്ഥയിലിരുന്ന് ചെയ്യുന്നതായിരിക്കും. തന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് സിനിമാ സംഘടനയുടെ ഓഫീസിലേക്ക് വരുന്ന ഷൈൻ ടോം ചാക്കോവിന് മനസ്താപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രായച്ചിത്തം തോന്നാൻ സാധ്യതയുണ്ട്, പശ്ചാത്താപം തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇവരെല്ലാം അവരുടെ 30s ഷൈൻ ടോം ചാക്കോക്ക് 40 വയസ്സായി കാണും, ശ്രീനാഥ് ഭാസി 30s. ഇവർക്ക് തിരിച്ചു വരാനൊരു അവസരം കൊടുക്കണം. സഞ്ജയ് ദത്ത് ഡ്രഗ്സിനെതിരെ ഇന്ന് ഏറ്റവും വലിയ അംബാസിഡേഴ്സ് ഒന്ന് സഞ്ജയ് ദത്താണ്. അതേപോലെ ഇവർ തിരിച്ചു വന്ന് ആന്റി ഡ്രഗ് ക്യാമ്പയിനിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ വിജയം. അല്ലാതെ ഇവരെ തെള്ളിക്കളഞ്ഞാൽ ഇവര് ഭാവിയിൽ വീണ്ടും ഡ്രഗ്സ് അടിച്ച് ജീവിതം നശിച്ച് ഏതെങ്കിലും ഒരു കോണിൽ ഇല്ലാതാവുകയല്ലേ ഉള്ളൂ. അപ്പോൾ ഇവരെ മാതൃകകളാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മുടേന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന്റെ വിജയം. അത് ഐഡിയലിസ്റ്റിക് അല്ല, അപ്രായോഗികമല്ല, ഉട്ടോപ്യൻ അല്ല. അതാണ് യഥാർത്ഥത്തിൽ പ്രായോഗികമായ വഴി. ഇവരെ തള്ളിക്കളഞ്ഞാലും കുറച്ചു ദിവസം ജയിലിലിട്ട് ഇവർക്ക് അവസരങ്ങൾ കൊടുക്കാതിരുന്നാലും ഇവർ വീണ്ടും ഡ്രഗ്സിലേക്ക് പോകും. കാര്യം ജോലിയില്ല, കാശില്ല, ജീവിതമില്ല, കരിയറില്ല. അപ്പം കൂടുതൽ ഡിപ്രഷനിലേക്കും കൂടുതൽ ഡ്രഗ്സിലേക്കും പോകും. അപ്പൊ ഇവരെ തിരിച്ചു കൊണ്ടുവരാവുന്ന ശ്രമകരമായ ദൗത്യമാണ്. ഒറ്റ കാര്യം ഓർത്താൽ മതി, ബൈബിളിൽ ഒരു വചനമുണ്ട്. അതായത് ഒരാൾ 100 കുഞ്ഞാടുകളിൽ ഒരു കുഞ്ഞാടിനെ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും? ബാക്കി 99നെയും സേഫായി വെച്ച് നഷ്ടപ്പെട്ടു പോയ ആ കുഞ്ഞാടിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. മത്തായി സുവിശേഷമാണ്. അതേപോലെ ആ നഷ്ടപ്പെട്ട കുഞ്ഞാടുകളെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കണ്ടേ?